سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. ഇസ്രായേൽ വംശത്തോട് ചോദിച്ചു നോക്കുക, എത്രയെത്ര തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയിരുന്നതെന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹം വന്നെത്തിയ ശേഷം അതിനെ ശാപമാക്കി മാറ്റുന്നവർക്ക് അവൻ എന്തുമാത്രം ഘോരമായ ശിക്ഷയാണ് നൽകുക എന്നും ചോദിച്ചു നോക്കുക. വേദഗ്രന്ഥവും പ്രവാചകത്വവുമാകുന്ന ദീപശിഖ നൽകിക്കൊണ്ട് ലോക നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെട്ടവരാണ് ഇസ്രയേൽ സന്തതികൾ. ഭൗതിക പൂജ, കാപട്യം, വിജ്ഞാനപരവും കർമ്മപരവുമായ മാർഗഭ്രംശം എന്നിവയിലകപ്പെട്ട് ആ അനുഗ്രഹം സ്വയം നഷ്ടപ്പെടുത്തുകയും ചെയ്തവരാണവർ. അതിനാൽ അവർക്ക് ശേഷം നേതൃസ്ഥാനത്ത് നിയമിക്കപ്പെട്ട ഒരു ജനത്തിന് കൂടുതൽ ഉത്തമമായ പാഠം ലഭിക്കാൻ ഏറ്റവും ഉചിതമായത് ഇസ്രായേലിയരുടെ ചര്യ തന്നെയാണ്. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. സത്യനിഷേധത്തിന്റെ വഴി തെരഞ്ഞെടുത്തവർക്ക് ഭൗതിക ജീവിതം അത്യാകർഷകമാക്കപ്പെട്ടിരിക്കുന്നു. അവർ സത്യവിശ്വാസത്തിന്റെ വഴി അവലംബിച്ചവരെ പരിഹസിക്കുകയാണ്. അന്ത്യദിനത്തിലോ ദൈവഭക്തന്മാർ തന്നെയായിരിക്കും അവരെക്കാൾ ഉന്നതസ്ഥാനീയർ. ഭൗതിക വിഭവങ്ങളുടെ കാര്യമാകട്ടെ അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് കണക്കറ്റു നൽകാൻ അവൻ അധികാരമുള്ളതാകുന്നു. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. ആദിയിൽ എല്ലാ ജനവും ഒരേ മാർഗത്തിലായിരുന്നു. പിന്നീട് ഭിന്നതകൾ ഉടലെടുത്തു. അപ്പോൾ അല്ലാഹു മനുഷ്യന്റെ ധർമാനുഷ്ഠാനത്തിന്റെ ശുഭപര്യവസാനം അറിയിക്കാനും അധർമാചരണത്തിന്റെ കെടുതികളെക്കുറിച്ച് താക്കീത് ചെയ്യാനും പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു. ധർമ്മത്തെക്കുറിച്ച് ജനത്തിനിടയിൽ ഉടലെടുത്തിരുന്ന ഭിന്നിപ്പുകളിൽ തീർപ്പു കൽപ്പിക്കേണ്ടതിനായി അവരോടൊപ്പം സത്യവേദവും അവതരിപ്പിച്ചു. ആദിയിൽ മനുഷ്യർക്ക് സത്യം അറിയിച്ചു കൊടുക്കാത്തതിനാലായിരുന്നില്ല ഈ ഭിന്നിപ്പുകൾ ഉടലെടുത്തത്. സത്യജ്ഞാനം ലഭിച്ചു കഴിഞ്ഞവരാണ് ഭിന്നിച്ചത്. വ്യക്തമായ മാർഗദർശനങ്ങൾ ലഭിച്ചിട്ടും അവർ സത്യം തള്ളിക്കളഞ്ഞ് ഭിന്നമാർഗങ്ങൾ വെട്ടിത്തുറന്നത് തമ്മിൽ പോരു നിമിത്തമാകുന്നു. അങ്ങനെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെ അല്ലാഹു അവന്റെ ഹിതത്താൽ ജനങ്ങൾ ഭിന്നിച്ചകന്നു പോയിട്ടുണ്ടായിരുന്ന സത്യമാർഗത്തിലേക്ക് തന്നെ നയിച്ചു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. അജ്ഞരായ ജനങ്ങൾ കേവലം അനുമാനങ്ങളെ ആസ്പദമാക്കിയാണ് മതത്തിന്റെ ചരിത്രം ക്രോഡീകരിക്കുക. ദൈവവിശ്വാസത്തിന്റെ ഉത്ഭവം ബഹുദൈവത്വത്തിൽ നിന്നാണെന്നും ക്രമേണയുള്ള പുരോഗതിക്കൊപ്പം ഈ അന്ധകാരം നീങ്ങി പ്രകാശം പരക്കുകയും അവസാനം ഏകദൈവത്വത്തിന്റെ ഉന്നത സ്ഥാനത്തിൽ എത്തിച്ചേർന്നുവെന്നും അവർ വാദിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ വാദം മറിച്ചാണ്. ലോകത്ത് മനുഷ്യജീവിതം ഏകദൈവത്വത്തിന്റെ പൂർണ്ണമായ പ്രകാശത്തിലാണ് ആരംഭിച്ചതെന്നാണത് പഠിപ്പിക്കുന്നത്. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യന് തന്നെ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യമെന്തെന്നും ശരിയായ ജീവിതമാർഗം ഏതെന്നും പഠിപ്പിച്ചിരുന്നു. അനന്തരം നീണ്ട കാലത്തോളം ആദമിന്റെ സന്തതികൾ നേർമാർഗത്തിലൂടെ ചരിക്കുകയും ഒരേ സമുദായമായി നിലകൊള്ളുകയും ചെയ്തു.
പിന്നീട് ജനങ്ങൾ പുതിയ പുതിയ മാർഗങ്ങൾ നിർമ്മിച്ചു, വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ചു. യാഥാർത്ഥ്യം മനുഷ്യരെ പഠിപ്പിക്കാതിരുന്നതുകൊണ്ടല്ല, സത്യം ഗ്രഹിച്ചുകൊണ്ടുതന്നെ ചില ന്യായമായ അവകാശങ്ങളിൽ കവിഞ്ഞ സ്ഥാനമാനങ്ങളും കാര്യലാഭങ്ങളും അവരാഗ്രഹിച്ചു. മാത്രമല്ല, അന്യോന്യം ആക്രമിക്കാനും മർദ്ദിക്കാനും അവകാശങ്ങൾ പിടിച്ചുപറ്റാനും ഒരുമ്പെടുകയും ചെയ്തു. അതാണ് ഭിന്നിപ്പിന്റെ യഥാർത്ഥ കാരണം. ഇതേ നാശം പരിഹരിക്കാനാണ് അള്ളാഹു പ്രവാചകവര്യന്മാരെ നിയോഗിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം പേരിൽ ഒരു പുതിയ മതത്തിന് അടിത്തറയിടാനോ ഒരു പുതിയ സമുദായം സ്വന്തമായി രൂപവൽക്കരിക്കാനോ വേണ്ടിയായിരുന്നില്ല. മറഞ്ഞുപോയ സത്യമാർഗം ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ചുകൊണ്ട് അവരെ വീണ്ടും ഒരേ സമുദായമാക്കി തീർക്കുക എന്നതായിരുന്നു പ്രവാചക നിയോഗത്തിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ല, നിങ്ങൾ സ്വർഗത്തിലങ്ങ് പ്രവേശിച്ചു കളയാമെന്ന് വിചാരിക്കുകയാണോ? നിങ്ങളുടെ മുൻഗാമികളായ സത്യവാഹകരെ ബാധിച്ചതൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ലാതിരിക്കെ? പീഠകളും വിപത്തുകളും അവരെ ബാധിച്ചു. അതത് കാലത്തെ ദൈവദൂതനും കൂടെയുള്ള വിശ്വാസികളും ദൈവസഹായം എപ്പോഴാണ് വന്നെത്തുക എന്ന് വിലപിക്കുവോളം അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തത്സമയം അവർക്ക് സാന്ത്വനമരുളപ്പെട്ടു, അറിയുക, അള്ളാഹുവിന്റെ സഹായം ആസന്നമായിരിക്കുന്നു. മുൻ സൂക്തത്തിനും ഈ സൂക്തത്തിനുമിടയ്ക്ക് ഒരു വലിയ കഥ തന്നെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അതിവിടെ എടുത്തു പറയാതെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. കാരണം ഈ വാക്യം സ്വയം അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. പ്രവാചകന്മാർ ലോകത്ത് ആഗതരായപ്പോഴെല്ലാം അവർക്കും അവരിൽ വിശ്വസിച്ച ജനങ്ങൾക്കും ദൈവധിക്കാരികളായ ജനങ്ങളുമായി തീവ്ര സംഘട്ടനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. തങ്ങളുടെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് നിഷിദ്ധ പദ്ധതികൾക്കെതിരിൽ സത്യദീൻ സ്ഥാപിക്കാൻ അവർ ത്യാഗപരിശ്രമങ്ങൾ ചെയ്തു. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വൈര്യമായി കിടന്നുറങ്ങാൻ കഴിയുമാറ് ഈ ദീനിന്റെ മാർഗം ഒരിക്കലും പൂമെത്തകളായിരുന്നിട്ടില്ല. ഈ ദീനിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ആ വിശ്വാസത്തെ സാക്ഷാത്കരിക്കാനായി വിശ്രമമില്ലാതെ പരിശ്രമിക്കും. അത് തടസ്സമാകുന്ന ത്വാഗൂത്തിനെ അഥവാ പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്താൻ ശരീരത്തിന്റെയും ജീവന്റെയും മുഴുവൻ കഴിവുകളും വിനിയോഗിക്കും. ഇതായിരുന്നു എല്ലാ കാലത്തും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവികവും അനിവാര്യവുമായ ഫലം. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. ജനം നിന്നോട് ചോദിക്കുന്നു, അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ചെലവഴിക്കുന്ന മുതൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കർക്കും വേണ്ടിയായിരിക്കട്ടെ. നിങ്ങൾ എന്തു ധർമ്മം ചെയ്താലും അല്ലാഹു അത് സൂക്ഷ്മമായി അറിയുന്നുണ്ട്. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. നിങ്ങളോട് യുദ്ധം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതാകട്ടെ നിങ്ങൾക്ക് അരോചകമാകുന്നു. നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യം ആദ്യം അരോചകമായി തോന്നിയേക്കാം, ദോഷകരമായ ഒരു കാര്യം ഇഷ്ടകരമായും തോന്നിയേക്കാം. അല്ലാഹു അറിയുന്നു, നിങ്ങളോ അറിയുന്നില്ല. سل بني